പ്രഭാത കിരണങ്ങൾ പൊട്ടിവിടരുന്ന സമയത്ത് കിളികളുടെ ചിലക്കൽ കേൾക്കുമ്പോൾ അത് അവ തമ്മിലുള്ള സംസാരമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പ്രാവുകൾക്ക് കാക്കയോട് സംസാരിക്കാൻ കഴിയുമോ? പല ഇനത്തിലുള്ള പക്ഷികൾക്ക് തമ്മിൽ ആശയവിനിമയം നടത്തുവാൻ കഴിയുമോ? നാം കേൾക്കുന്ന ആ പക്ഷികളുടെ ശബ്ദങ്ങൾ വെറും ഒച്ചപ്പാട് മാത്രമാണോ? മനുഷ്യൻ ആശയവിനിമയം നടത്തുന്നതും മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ശബ്ദവും 20 ഹെർട്സിനും 20,000 ഹെർട്സ് ഫ്രീക്വൻസിക്കും ഇടയിലുള്ള ശബ്ദമാണ്. ഈ ഫ്രീക്വൻസിക്ക് അപ്പുറമുള്ളത് നമുക്ക് കേൾക്കുവാൻ കഴിയാത്തതുപോലെ ഈ ഫ്രീക്വൻസിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ആശയവിനിമയം പക്ഷികൾ നടത്തുന്നുണ്ടോ? സാങ്കേതിക വിദ്യയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഭാവിയിൽ പക്ഷികളുമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുവാൻ കഴിയുമോ? ഇതിനെല്ലാമുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ പക്ഷികളുടെ ആശയവിനിമയത്തിന് പിന്നിലെ ശാസ്ത്രം പരിശോധിക്കുക. കാക്കകളും പ്രാവുകളും ഒരേ മേൽക്കൂരയിൽ ഇരിക്കുന്നത് നാം കാണാറുണ്ട്. അവ തമ്മിൽ സംസാരിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട്, പക്ഷെ മനുഷ്യൻ സംസാരിക്കുന്ന രീതിയിൽ അല്ല എന്നാണ് ഉത്തരം. ഓരോ ഇനത്തിലുമുള്ള പക്ഷികൾക്ക് അവയുടെ ശബ്ദം തമ്മിൽ തമ്മിൽ മനസ്സിലാക്കുവാൻ കഴിയും. പ്രാവിന് മറ്റുള്ള പ്രാവുകളുടെ ശബ്ദം മനസ്സിലാക്കാം. കാക്കയ്ക്ക് മറ്റ് കാക്കകളുടെ കരച്ചിൽ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ കാക്കയുടെ ഭാഷയല്ല പ്രാവിൻ്റേത്. ഓരോ ഇനത്തിൽപ്പെട്ട പക്ഷികൾക്കും അവരുടേതായ ഭാഷകളുണ്ട്. പക്ഷേ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പക്ഷികൾക്ക് പ്രത്യേക സിഗ്നലുകൾ വഴി ആശയവിനിമയം ചെയ്യുവാനും കഴിയുന്നുണ്ട്. അത് വിശദീകരിക്കുന്നതിന് മുൻപേ ഒരേ ഇനത്തിൽപ്പെട്ട പക്ഷികൾ ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയെന്ന് അറിയാം. വളരെ എഫക്റ്റീവായ ഓരോ ആശയവിനിമയം ഇവർ തമ്മിൽ ഉണ്ട്. അപകട മുന്നറിയിപ്പ്, ഇണകളെ ആകർഷിക്കുവാനായി, ഇവരുടെ ടെറിറ്ററി സംരക്ഷിക്കുവാനായി, ഒരുമിച്ച് പറന്നു പോകുവാനായി ഒക്കെ ഇവർ ആശയവിനിമയം നടത്തുന്നു. ഉദാഹരണത്തിന് കാക്കകൾ ആഹാരം കണ്ടെത്തുമ്പോൾ ഒരു പ്രത്യേക കരച്ചിലുണ്ടാക്കും. ശത്രുക്കളെ കാണുമ്പോൾ മറ്റൊരു കരച്ചിൽ, മറ്റു കാക്കകളെ വിളിക്കുവാനായി അതിലും വ്യത്യസ്തമായ ഒരു കരച്ചിൽ. അതുപോലെ പ്രാവുകൾ കംഫർട്ട് നൽകുവാനായും ബോണ്ടിങ് ഉറപ്പിക്കുവാനായും പ്രത്യേക മുറുമൽ ശബ്ദമുണ്ടാക്കുന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പല ഇനത്തിൽപ്പെട്ട പക്ഷികളുടെ ആശയവിനിമയത്തെ കുറിച്ച് പറയുമ്പോൾ അവരൊന്നും ഒരേ അർത്ഥങ്ങളുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഒരു പക്ഷി ഒരു മുന്നറിയിപ്പ് കരച്ചിൽ നടത്തിയാൽ അതിന് ചുറ്റിലുമുള്ള വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പക്ഷികളെല്ലാം പറന്നു പോകുന്നതായി കാണാം. ഇതിന് അലാം കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. വനമേഖലയിൽ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പക്ഷികൾ ഒരുപോലെ സഞ്ചരിക്കുന്നത് കാണാം. മറ്റിനത്തിൽപ്പെട്ട പക്ഷികളുടെ വാർണിംഗ് സിഗ്നലുകൾ അവയെ ആശ്രയിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. അതുകൊണ്ട് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പക്ഷികൾ സംസാരിക്കുന്നു എന്ന് പറയാനാകില്ല. പക്ഷേ അവയ്ക്ക് പ്രത്യേക സിഗ്നലുകൾ വഴി ആശയവിനിമയം നടത്തുവാൻ കഴിയും. പക്ഷികൾ ആശയവിനിമയം നടത്തുന്നത് വാക്കുകളിലൂടെയാണോ? അവയുടെ ആശയവിനിമയം പാട്ടുകളിലൂടെയും കരച്ചിലിലൂടെയും ബോഡി മൂവ്മെന്റിലൂടെയും ചിറക് വിരിക്കുന്നത് വഴിയും തൂവലുകൾ കാണിക്കുന്നത് വഴിയുമാണ്. തത്തകൾ മനുഷ്യന്റെ വാക്കുകൾ സംസാരിക്കും. പക്ഷെ ഒരു തരം പക്ഷികൾക്കും ഗ്രാമർ അടിസ്ഥാനമാക്കിയുള്ള ആശയവിനിമയം ഇല്ല. വാചകങ്ങൾ ഉണ്ടാക്കി ഉള്ള ആശയവിനിമയം ഇല്ല. എന്നാൽ അവയുടെ കരച്ചിൽ അല്ലെങ്കിൽ ശബ്ദത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾക്ക് പോലും ഓരോ അർത്ഥങ്ങളുണ്ട്. അവയുടെ വികാരവും ആവശ്യവും എല്ലാം ഈ വ്യത്യസ്ത തരം ശബ്ദങ്ങളിലൂടെയാണ് പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഈ ശബ്ദങ്ങൾ തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ കണ്ടെത്തുവാനും ഡീകോഡ് ചെയ്യുവാനും മനുഷ്യന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. ഈ പരിധിക്കുള്ളിൽ തന്നെയാണ് പക്ഷികളുടെ പാട്ടും ശബ്ദങ്ങളും എല്ലാം വരുന്നത്. എന്നാൽ മനുഷ്യൻ കേൾക്കുവാൻ കഴിയാത്ത ചെറിയ ശബ്ദങ്ങളും ഹൈപിച്ച് ശബ്ദങ്ങളും കേൾക്കുവാൻ ഈ പക്ഷികൾക്ക് കഴിയും. കൊടുങ്കാറ്റ് വരുന്നതിന്റെ ഇൻഫ്രാ സൗണ്ട് കേൾക്കുവാൻ ഇവയ്ക്ക് കഴിയും. പ്രകൃതിയിലെ ചെറിയ മാറ്റങ്ങൾ അറിയുവാനും വൈബ്രേഷൻസ് കണ്ടെത്തുവാനും ഇവയ്ക്ക് കഴിയും. സാങ്കേതിക വിദ്യകൾ കണ്ടെത്തി മുന്നേറുന്ന മനുഷ്യൻ ഭാവിയിൽ പക്ഷികളുമായി ആശയവിനിമയം നിഷ്പ്രയാസം നടത്തുവാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുവാൻ കഴിയുമോ? നിലവിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇവയുടെ ഭാഷ മനസ്സിലാക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമം നടന്നു വരികയാണ്. ഇത്തരത്തിൽ നിർമ്മിത ബുദ്ധി അതിനുവേണ്ടി അഡ്വാൻസ് ആയാൽ പക്ഷികളുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് അവയുടെ ഇമോഷണൽ പാറ്റേണും വാർണിംഗ് സിഗ്നലുകളും എല്ലാം മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ശരിക്കുമുള്ള സംസാരം ഒരിക്കലും സാധ്യമാകില്ല എന്നാണ് വിലയിരുത്തൽ. കാരണം മനുഷ്യന് അങ്ങനെ ആശയവിനിമയം നടത്തണമെങ്കിൽ പക്ഷികളുടെ ഭാഷയ്ക്ക് ഗ്രാമർ ഉണ്ടാകണം. ഒരേ അർത്ഥമുള്ള വാക്കുകൾ പങ്കുവയ്ക്കപ്പെടണം. പക്ഷികൾ പ്രധാനമായും ആശയവിനിമയം നടത്തുന്നത് ആഹാരത്തിനായും സുരക്ഷയ്ക്കായും റീപ്രൊഡക്ഷനായും അതിന്റെ ടെറിറ്ററി സംരക്ഷണത്തിനുമാണ്. അവർ മനുഷ്യരെ പോലെ ഫിലോസഫിയോ ഭാവി പ്ലാനോ ചർച്ച ചെയ്യാറില്ല. പക്ഷികളുടെ ആശയവിനിമയം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ആശയവിനിമയത്തിന് എപ്പോഴും ഭാഷയുടെ ആവശ്യമില്ല. ശബ്ദങ്ങൾക്കും ചലനങ്ങൾക്കും ഈണങ്ങൾക്കുമെല്ലാം ആശയവിനിമയം നടത്താനാകും. ഇവ ആകാശത്തിലെ ഭാഷകളാണ്. പക്ഷികളുടെ ഈ ഭാഷ മനസ്സിലാക്കുവാൻ മനുഷ്യർക്ക് കഴിയും. എന്നാൽ മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്നത് പോലെ പക്ഷികളുമായി ആശയവിനിമയം നടത്തുവാൻ ഒരിക്കലും മനുഷ്യന് കഴിയില്ല. ഈ അവിസ്മരണീയമായ പക്ഷിലോകത്തെ ആശയവിനിമയത്തെ കുറിച്ച് ഉള്ള വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക.